ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ഹായ് ഹലോ, ഞാൻ അശ്വതി. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ വേറെ ആരുമില്ല, ആറാട്ടണ്ണ. കഷ്ടപ്പെട്ടത് വെറുതെ ആയി. പെരേര കൈ കൊടുക്കുമ്പോൾ ബാറ്റ് ടച്ച് ആണ്. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. അവൻ എന്നെ പറയാണ് മൈമേനം പേര് ഞാനും കൈ കൊടുത്തു, അവനും കൊടുത്തു. അവൻ എന്നോന്ന് പറയാണ് അവന് കൊടുത്തപ്പോൾ സുഖം കിട്ടിയെന്ന്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ ഈ പിന്നെ എത്ര അംഗീകരിക്കേണ്ട ആവശ്യം? എന്നെ കരയിപ്പിച്ചോണ്ട് കൊരങ്ങന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. ഫോട്ടോഷൂട്ടും മറ്റേ ഫോട്ടോഷൂട്ട് എടുത്തോണ്ട് ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ ശരീരം കാണിക്കുക. താൻ വലിയ വർത്താനൊന്നും പറയണ്ട, തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപെട തന്നെയാ. പെണ്ണുങ്ങളെ ഞാൻ ഏറ്റവും ഇവര് വ്യഭിചരിക്കും പെണ്ണുങ്ങൾ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പെണ്ണുങ്ങളുടെ ഫോട്ടോസ് നിത്യമേനോനെ വ്യഭിചരിക്കാൻ എത്രയോ ആണുങ്ങളുണ്ട്. എന്നോട് വ്യഭിചരിക്കുന്ന എന്തുവാ എനിക്ക് മനസ്സിലായില്ല. കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. നിത്യമേനോ ഓർത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്നവരാ. ഇപ്പൊ എന്താ പറഞ്ഞ? നിത്യമേനോ ഓർത്ത് മാസ്റ്റുബേറ്റ് ചെയ്യുന്നവരാ. വെറുതെ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. ഇവരെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോ ഈ ആണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. ആർട്ടണ്ണൻ അങ്ങനെയാണോ? അതല്ല ഉദ്ദേശം. ഞാൻ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? ഡീസന്റ് ആണ്. ഏറെക്കുറെ. പിന്നെ നീ ഇതാരോടും പറയുന്നു വേണ്ടോ. നിലാനമ്പേനെ ഓർത്ത് 3 times ഒരു ദിവസം മാസ്റ്റുബേറ്റ് ചെയ്യുന്നുണ്ടോ? കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. കേൾക്കാൻ വയ്യ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. പറഞ്ഞൊരു കാര്യമാണ്. ഉള്ള കാര്യം സത്യത്തിന് പോകുമ്പോൾ വിരുദ്ധമാണ്. എനിക്കിപ്പോ കണ്ടക ശനിയാണെന്ന് ജോത്സ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ബോധ്യായി. ശനി മീശയും വെച്ച് വന്നിരിക്കുക നിന്റെ രൂപത്തിൽ. വേറൊരു വഴിയുമില്ല, അവറ്റകളെ കൊല്ലണം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.